Hello guys, welcome to VJ Chill Bros. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് ബിരിയാണി അല്ലെങ്കിൽ പിന്നെ കിച്ചടി എന്ന് പറയാം. ഇതിനു മുന്നേ നമ്മൾ ബീഫിൻ്റെ കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ സെയിം ചിക്കൻ്റെ കിച്ചടി. ഞാനിവിടെ എടുത്തതിൽ 2 ലെഗ് പീസ് ഉള്ളത് 1/2 kg അടുത്ത് വരുന്ന ചിക്കനാണ്. അതിൽ 2 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. പിന്നെ അടുത്തത് 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യുക. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ടർമറിക് പൗഡർ ആഡ് ചെയ്യുക. പിന്നെ ഒനിയൻ വറുത്തത് 1 കൈപ്പിടി ആഡ് ചെയ്യുക. ഇതെന്തായാലും മസ്റ്റാണ്, ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്, ഒനിയൻ ആഡ് ചെയ്യുക. പിന്നെ അടുത്തത് കുറച്ച് കറിവേപ്പില എടുക്കുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എത്ര നേരം വെക്കണോ അത്ര നേരം നല്ലതാണ് മാരിനേഷൻ. 1 മണിക്കൂറൊക്കെ വെക്കാവുന്നതല്ലോ. പിന്നെ അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് നിങ്ങളുടെ അനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ്. അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അധികം നേരം വെക്കണം എന്നൊന്നുമില്ല. പിന്നെ അടുത്തത് ബാക്കി വന്ന വെളിച്ചെണ്ണ, നമ്മുടെ സബോള കാഷ്യൂ ഒക്കെ വറുത്ത് വെച്ചിട്ടുള്ളത് എടുത്തിട്ട് അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക്ക്, കുറച്ച് സബോള ആഡ് ചെയ്യുന്നു. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നു. പിന്നെ കുറച്ച് മസാലകൾ, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ആ മസാല നിങ്ങളനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ അടുത്തത് കറിവേപ്പില ആഡ് ചെയ്യുന്നു. പിന്നെ വെജിറ്റബിൾസിൽ ഉരുളക്കിഴങ്ങ് ഒരു 1/2 മുറി എടുക്കുന്നു. അല്ലെങ്കിൽ 1 എടുത്താലും കുഴപ്പമൊന്നുമില്ല, 1 എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൽ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്യുന്നു. ഒരു ചെറിയ ടീസ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നു. പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നു. പിന്നെ ഒരു ഗരം മസാല ചെറിയ ടീസ്പൂൺ ആഡ് ചെയ്യുന്നു. പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട് ഇടുക. ഞാനിതിൽ ഒരു ചെറിയ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തക്കാളി ആഡ് ചെയ്യുക. പിന്നെ ബാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക, യോജിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വല്ല വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ സജസ്റ്റ് ഒന്നും ചെയ്യില്ല. ഉരുളക്കിഴങ്ങ് ധാരാളമാണ്. പിന്നെ വേണമെങ്കിൽ മട്ടർ ആഡ് ചെയ്യാം. പിന്നെ മിക്സിങ് ഒക്കെ നല്ല രീതിയിൽ തകർപ്പനായിട്ട് നടക്കട്ടെ, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെള്ളമൊക്കെ ഏകദേശം തുറന്ന് വരുമ്പോൾ അതിൽ മല്ലിയില ആഡ് ചെയ്യുക. ഇനി ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അടുത്തത് കാഷ്യൂനട്ട് വറുത്തത്, ഒനിയൻ വറുത്തത് ഒക്കെ ആഡ് ചെയ്യുക. പിന്നെ ഒരു ചെറിയ സ്ലൈസ് ലെമൺ ആഡ് ചെയ്യുക. പിന്നെ ഞാനിതിൽ വേറെ എസൻസോ അങ്ങനെയൊന്നും ഇടുന്നില്ല. ഈ ഫ്ലേവറിനെ ധാരാളമായിരിക്കും ബിരിയാണിക്ക് കിട്ടാനായിട്ട്. നിങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ പുതിനയില ആഡ് ചെയ്യുക. അടുത്തത് നമ്മൾ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ടുള്ള ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി അരി ആഡ് ചെയ്യുന്നു. ആ മിക്സിലേക്ക് നല്ലോണം മിക്സ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ടൈമിൽ വെള്ളം ആഡ് ചെയ്യണേ, അത് നോക്കിയോളൂ. അപ്പോൾ ആദ്യം ഒന്ന് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ലോണം റോസ്റ്റ് ചെയ്തതിന് ശേഷം 2 കപ്പ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ്. പിന്നെ ഉപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ടോളൂ. ഉപ്പ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ പൊടിക്ക് വെള്ളത്തിൽ കൂടുതലായിരിക്കണം, അത് നോട്ട് ചെയ്തോളൂ. പിന്നെ വേറെ ഒന്നുമില്ല, ഒരു തള വരുമ്പോഴേക്കും കുക്കർ മൂടിയിട്ട് ഒരു വിസിലടിക്കുക. നമ്മുടെ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ കിച്ചടി അല്ലെങ്കിൽ പിന്നെ കുക്കർ ബിരിയാണി റെഡിയാവും. അപ്പോൾ ഇത് ഫാമിലിയുടെ ഒപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഉണ്ടാക്കി നോക്കുക. സോ യു ജസ്റ്റ് മേക്ക് ഇറ്റ് ആൻഡ് എൻജോയ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോസ്. ഡു സപ്പോർട്ട് us. Thanks for watching. Have a nice day.